السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد. الشمائل المحمدية പാർട്ട് 12. ഒൻപതാമത്തെ ബാബു മാ ജാഅ ഫി ഐശി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിൻ്റെ ഐഷ് ജീവിതവുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസുകൾ പറയുന്ന ബാബാണ്. റസൂലുള്ളാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ശമാഇൽ മുഹമ്മദിയയിൽ 2 ബാബ് വന്നിട്ടുണ്ട്. 52ാമത്തെ ബാബായിട്ട് കൊടുക്കുന്നതും റസൂലുള്ളാന്റെ ഐഷിനെ സംബന്ധിച്ചാണ്. ഇവിടെയുള്ള ഈ ബാബ് ചെറിയ ഒരു ബാബാണ്. എന്നാൽ ഇനി വരാൻ പോകുന്നത് അല്പം സുദീർഘമായ ഒരു ബാബാണ്. രണ്ട് ബാബ് കൊണ്ടുമുള്ളതായ ഉദ്ദേശം പൂർണ്ണമായും ഒന്നാണ് എന്ന് പറയാൻ വയ്യ. ഇവിടെ കൊണ്ടുവന്ന ബാബിലുള്ളത് ബയാനു സിഫത്തി ഹയാത്തിഹി വമസ്തമലത്ത് അലൈഹി മിനദ്ദീഖി, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൻ്റെ വിശേഷണങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് ഇവിടെ. എന്നാൽ വൽ മുബവ്വബു ലഹു സമ്മ ബയാനു അൻവാഇൽ മൗകൂലാത്തി അല്ലത്തി കാന യതനാവലുഹ, റസൂലുള്ളാഹി ഉപയോഗിച്ചിരുന്ന വിവിധങ്ങളായ ഭക്ഷണങ്ങളെ, മൗകൂലാത്തിൻ്റെ ഇനങ്ങളെ ബയാൻ ചെയ്യാണ് അവിടെ. അപ്പോൾ 2 ബാബ് കൊണ്ടുമുള്ളതായ ഉദ്ദേശവും വ്യത്യസ്തമാണ് എന്ന നിലക്ക് ഒരേ വിഷയത്തിൽ 2 ബാബ് കൊണ്ടുവന്ന് ആവർത്തനം അല്ല ഉള്ളത്. ആവർത്തനത്തിന് വ്യത്യസ്തമായ രീതിയിലായതുകൊണ്ട് ആവർത്തനം എന്ന് പറയാൻ വയ്യ എന്നിങ്ങനെ വാജൂരിയും അതുപോലെയുള്ള മറ്റു സാരിഹ്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ബാബിലെ ഹദീസ്, 1ാമത്തെ ഹദീസ് മൊത്തത്തിൽ പറയുമ്പോൾ 71ാമത്തെ നമ്പറായി വന്ന ഹദീസ്. ഹദ്ദസനാ ഖുതൈബത്തു ബിനു സഈദിൻ ഖാല ഹദ്ദസനാ ഹമ്മാദു ബിനു സൈദിൻ അൻ അയ്യൂബ അൻ മുഹമ്മദ് ബിൻ സീരീന ഖാല. ഈ മുഹമ്മദ് ബിൻ സീരീൻ എന്നവർ പറയാണ്, കുന്ന ഇൻദ അബീ ഹുറൈറത, ഞങ്ങൾ അബൂ ഹുറൈറ തങ്ങളുടെ അരികിലായിരുന്നു. വഅലൈഹി, അബൂ ഹുറൈറന്റെ മേലുണ്ട് സൗബാനി, 2 വസ്ത്രമുണ്ട്. 2 വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അരയുടുപ്പും ഒരു മേൽത്തട്ടവും, അതല്ലെങ്കിൽ വേറെ തരത്തിലുള്ള 2 വസ്ത്രം. മുമശ്ശഖാനി, അത് ആ 2 വസ്ത്രങ്ങളും മിഷ്ക് കൊണ്ട് ചായം കൊടുക്കപ്പെട്ടതാണ്. കാവി മണ്ണ് കൊണ്ട്, ചുവന്ന മണ്ണ്. മിഷ്ക് എന്ന് പറഞ്ഞാൽ, മുമശ്ശഖ് എന്ന് പറഞ്ഞാൽ മസ്ബൂഖാനി ബിൽ മിഷ്കി. മിഷ്ക് എന്ന് പറഞ്ഞാൽ വഹുവ തീനുൽ അഹ്മറു എന്നാണ്. കാവി മണ്ണ് എന്നർത്ഥം പറയാം, ചുവന്ന മണ്ണ്. വഖീല അൽ മിഗ്റത്തു, മിഷ്ക് എന്ന് പറഞ്ഞാൽ മിഗ്റത്താണ്. മിഗ്റത്ത് എന്ന് പറഞ്ഞാൽ ചെമ്മണ്ണ്. അപ്പോൾ അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കാവി മണ്ണിൻ്റെ രൂപത്തിൽ ഇവർ ചെമ്മണ്ണാവും. അപ്പോൾ ചുവന്ന മണ്ണുകൊണ്ടോ ചെമ്മണ്ണുകൊണ്ടോ ചായം കൊടുക്കപ്പെട്ട 2 വസ്ത്രം അബൂ ഹുറൈറ തങ്ങളുടെ മേലുണ്ടായിരുന്നു. മിൻ കത്താനിൻ, അത് ചണനാരിനാൽ ഉള്ളതാണ്. അങ്ങനെ ഇപ്പോൾ തമഹത്ത ഫി അഹദിഹിമ, ആ 2 വസ്ത്രങ്ങളിൽ ഒന്നിൽ അദ്ദേഹം മൂക്ക് പിഴിഞ്ഞു. ഫഖാല, എന്നിട്ട് അവർ പറഞ്ഞു, ബഖിൻ ബഖിൻ,
ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞു, ബേഷ് എന്ന് പറഞ്ഞു. യതമഖത്തു അബൂ ഹുറൈറത ഫിൽ കത്താൻ, അബൂ ഹുറൈറ കത്താനിൽ എന്ന് പറഞ്ഞാൽ ഈ ചണനാരിനാലുള്ള വസ്ത്രത്തിൽ മൂക്ക് പിഴിയുന്നു, അത്രക്കുള്ള ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ലഖദ് റഅയ്തുനി, നിശ്ചയം എന്നെ ഞാൻ കാണുന്നു, എത്രത്തിൽ വ ഇന്നി, നിശ്ചയം ഞാൻ, ല അഖിറു ഞാൻ വീണ് കിടക്കുകയാണ്, ഫീമാ ബൈന മിംബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഹുജറത്തി ആയിഷത, റസൂലുള്ളാഹിന്റെ മിമ്പറിൻ്റെയും ആയിഷ ബീവിയുടെ ആ റൂമിൻ്റെയും ഇടയിൽ, മഗ്ഷിയൻ അലയ്യ എൻ്റെ മേൽ ബോധം കെട്ടുകൊണ്ട് ബോധക്ഷയനായി. ഫയജീഉൽ ജാഇ അപ്പോൾ ഒരു വരുന്നവൻ വരും, ഒരാൾ വരും. ഫയളഉ റിജ്ലഹു അലാ ഉനുഖി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാല് എൻ്റെ പെരടിൻ്റെ മേൽ വെക്കും. ഒരു ഭ്രാന്തനാണെങ്കിൽ അവർ ചെയ്യുന്ന ഒരു ആദത്ത് രീതിയാണ്, ബോധം തെളിയുന്നത് വരെ കാല് പെരടിൻ്റെ മേലെ അങ്ങനെ വെക്കും. യുറാ അന്നബി ജുനൂനൻ, അദ്ദേഹം വിചാരിക്കുന്നത് എനിക്ക് ഭ്രാന്താണ് ഈ കടത്തം കണ്ടിട്ട്. എന്നാ വമാ ബി ജുനൂനുൻ, എന്നിൽ ഭ്രാന്തൊന്നുമില്ല. വമാഹുവ ഇല്ലൽ ജൂഉ, അത് വിശപ്പൊഴികയല്ല, ഇത് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ബോധക്ഷയനായി വീണ് കിടക്കുകയാണ് ഞാൻ. ഈ ഒരു അവസ്ഥയാണ് എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. ഈ ഹദീസിനെ റസൂലുള്ളാഹിന്റെ ഐസിൻ്റെ ബാബിൽ, അബൂ ഹുറൈറ തങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസാണല്ലോ ഇത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിനെ സംബന്ധിച്ച് പറയുന്ന ബാബിൽ പറഞ്ഞത്, ലിഅന്നഹു ദല്ല, ഇത് അറിയിക്കുന്നുണ്ട്, അലാ ദീഖ് ഐശിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ജീവിതം എത്രത്തോളം പ്രയാസമുള്ളതായിരുന്നു എന്നതിൻ്റെ മേൽ. ബിവാസിത്തത്തി അന്ന കമാല കറമിഹി വ റഹ്ഫത്തി, എങ്ങനെയാണ് ഈ ഹദീസ് അറിയിക്കുന്നത്? റസൂലുള്ളാഹിന്റെ പരിപൂർണമായ സ്നേഹവും അതുപോലെ തന്നെ അവിടുത്തെ ആദരവും, യൂജിബു അത് നിർബന്ധമാക്കുന്നുണ്ട്, അന്നഹു ലൗകാന ഇൻദഹു ഷൈഉൻ, റസൂലുള്ളാഹിന്റെ അടുക്കൽ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ, ലമാ തറക അബൂ ഹുറൈറത ജായിഅ, അബൂ ഹുറൈറയെ വിശന്നവനായി റസൂലുള്ള ഒഴിച്ചിടുമായിരുന്നില്ല. ഹത്താ വസല ബിഹി അൽ ഹാലു ഇലാ സുഖൂതിഹി മിൻ ശിദ്ദത്തിൽ ജൂഅ്, ശക്തമായ വിശപ്പിനാൽ ബോധം കെട്ട് വീഴുന്നതിലേക്ക് അവസ്ഥ എത്തുന്നത് വരെ വിശന്ന് അബൂ ഹുറൈറയെ വിടാൻ റസൂലുള്ള തയ്യാറാകുമായിരുന്നില്ല. അതാണ് റസൂലുള്ളാഹിന്റെ മറ്റുള്ളവരോടുള്ള റഅഫത്തും സ്നേഹവും കൃപയും. അങ്ങനെ ഒന്നും ഇല്ല എന്ന് അബൂ ഹുറൈറ ഈ അവസ്ഥയിൽ കിടക്കേണ്ടി വന്നത് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. അതാണ് ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ കാരണം. ബാബു മാ ജാഅ ഫീ ഖുഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖുഫയിൽ വന്ന ഹദീസ് ബയാൻ ചെയ്യുക. ഖുഫ അറിയാവുന്നതാണ്, യാത്രകളിലൊക്കെ ദീർഘമായ യാത്ര വേണ്ടി വരുമ്പോൾ ധരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തോലിൻ്റെ ഒരു ചെരുപ്പാണ്, എപ്പോഴും ഊരാൻ പ്രയാസമുള്ള. അതിലെ ആദ്യത്തെ ഹദീസ് 73-ാം നമ്പറായ ഹദീസ്. حدثنا حناد بن السري قال حدثنا وقيع عن دلهم بن صالح عن حجير بن عبد الله عن ابن بريدة عن أبيه ഇവരെ തൊട്ട് അന്നൻ നജാഷിയ അഹ്ദാലി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുഫൈൻ, നജാഷി റസൂലുള്ളാഹിക്ക്
രണ്ട് ഖുഫയെ ഹദിയയായി നൽകി. അസ്വദൈനി കറുത്ത രണ്ട് ഖുഫ, സാദജൈനി എന്ന് പറഞ്ഞാൽ അതിന് ചിത്രപ്പണികളൊന്നുമില്ല, തുന്നിയിട്ടോ അല്ലാതെയോ അതിന് ചിത്രപ്പണികളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം ലം യുഖാലിത്ത് സവാദഹുമ ലൗനു നാഹറു, ആ കറുപ്പിനോട് വേറൊരു നിറം കലർന്നിട്ടില്ല. ഗൈറ മങ്കൂശൈനി ഇമ്മാ ബിൽ ഖിയാത്തത്തി ഔ ബി ഗൈരിഹ, നൂലുകൊണ്ട് തുന്നിയിട്ടോ അല്ലാത്ത നിലക്കോ അതിന് നഖ്ഷ് ചിത്രപ്പണികളൊന്നുമില്ല, അങ്ങനെയും പറഞ്ഞവരുണ്ട്. അങ്ങനെ ഇപ്പം ലബിസഹുമ, റസൂള്ള ആ രണ്ട് ഖുഫയെയും ധരിച്ചു. സുമ്മ തവല്ല, പിന്നെ റസൂള്ള വുളൂ ചെയ്തു, ശുദ്ധീകരിച്ചിട്ടാണ് ധരിച്ചത്. ഖുഫ ധരിക്കാനുള്ള നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ റസൂലുള്ള വുളൂ ചെയ്തു. മസഹ അലൈഹിമ, ആ രണ്ട് ഖുഫന്റെ മേൽ തടയുകയും ചെയ്തു. നജാഷി ബി കസിരി അവലിഹി, നിജാഷി മിൻ ഫത്തഹിഹി അഫ്സഹു മിൻ ഫത്തഹിഹി, ഫത്തഹിനെക്കാണ് കസ്റ് കൊണ്ട് പറച്ചിലാണ്, നൂനിനക്ക് കസ്റ് കൊണ്ട് പറച്ചിലാണ് അഫ്സഹ്. വബി തഖ്ഫീഫിൽ യായി അഫ്സഹു മിൻ തഷ്ദീദിഹ, നജാഷി എന്ന് യാക്ക് ഷദ് ചെയ്യുന്നതിനേക്കാണ് അഫ്സഹ് ഷദ് ചെയ്യാതെ നജാഷി എന്ന് പറയലാണ്. എന്നാൽ തസ്ദീദുൽ മീമി ജീമി ഹത്തവും, ജീമിന് ഷദ് ചെയ്യൽ അത് പിഴവാണ്. നജാഷി നിജാഷി എന്നൊക്കെ പറയല് ഹത്ത ആണ്. അദ്ദേഹത്തിന്റെ പേര് അസ്ഹമത്താണ്. അങ്ങനെ റസൂലുള്ളാഹിനെ വിശ്വസിച്ച ഒരാളാണ്. വലമ്മാ മാത അഖ്ബറഹുമുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമൗതിഹി യൗമ മൗതിഹി വഖറജ ബിഹിം വസല്ല അലൈഹി വസല്ലു മഅഹു, അദ്ദേഹം വഫാത്തായപ്പോൾ ആ വിവരം റസൂൽ സഹാബത്തിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുകയൊക്കെ ചെയ്തതായിട്ട് ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത ഹദീസ് ഹദ്ദസന ഖുതൈബത്ത് ബിനു സഈദ്, 74-ാം നമ്പറാണ്. ഖാല ഹദ്ദസന യഹ്യ ബിനു സക്കരിയ ബിനു അബി സായിദ അനിൽ ഹസൻ ബിൻ അയ്യാശ് അൻ അബി ഇസ്ഹാഖ അനി ശഅബി റളിയല്ലാഹു അൻഹു ഖാല, അവർ പറയാണ് ഖാലൽ മുഗീറത്ത് ബിൻ ശുഅബ, മുഗീറത്ത് ബിൻ ശുഅബ പറയുന്നു അഹ്ദാ ദിഹിയത്തു ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ദിഹിയത്ത് എന്നവര് റസൂലുള്ളാഹിക്ക് പിന്നെ ഹദിയയായി നൽകി. ദിഹിയത്തുൽ കൽബി. അങ്ങനെ ഫലബിസഹുമ, അത് കിട്ടിയ ഉടനെ തന്നെ റസൂലുള്ളാഹി അതിനെ ധരിച്ചു. വഖാല ഇസ്രാഈലു അൻ ജാബിരിൻ അൻ ആമിരിൻ, ഇവിടെ തൊട്ട് പറയുന്നു വജുബത്തൻ, രണ്ട് ഖുഫ മാത്രമല്ല വജുബത്തൻ, ഒരു ജുബയെയും നൽകി എന്നാണ്. നേരത്തെ നജാഷി രാജാവ് നൽകിയ രണ്ട് ഖുഫനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെ ബാജൂരിയിൽ കാണാം വ ഖമീസൻ വ സറാവീല വ തൈലസാന, രണ്ട് ഖുഫന്റെ കൂടെ ഒരു നീളക്കുപ്പായവും ഒരു സിർവാലിനെയും ഒരു തൈലസാനേനെയും ഒക്കെ റസൂലാക്ക് നൽകിയിട്ടുണ്ട്. തൈലസാൻ തലകെട്ടിന് മേലിടുന്ന ഒരു തുണി, അതുപോലെ സറാവീൽ ഫാൻറ് പോലെയുള്ള ഒരു വസ്ത്രം. ഇവിടെ ഒരു ജുബയെയും നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ദിഹിയത്ത് എന്നവർ. ഫലബിസഹുമ, അങ്ങനെ റസൂലുള്ള ആ രണ്ട് ഖുഫയെ ധരിച്ചു. ഈ രണ്ട് ഖുഫയെയും ആ ജുബയെയും ധരിച്ചു എന്നും പറയാം, ഹുമന്റെ മർജരി അങ്ങനെ ആക്കാം. ഹത്താ തഖറഖ, അത് രണ്ടും കീറുന്നത് വരെ എന്ന് പറഞ്ഞാൽ അത്രയും കാലം റസൂൽ അത് ധരിച്ചിട്ടുണ്ട് എന്നർത്ഥം. എന്നാൽ ലാ യദിരി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ള അറിയൂല അദകിയുൻഹുമാ അംല, ഈ രണ്ട് ഖുഫയും അത് ശർഈയായ നിലക്ക് അറക്കപ്പെട്ട ഒരു
ജീവിയുടെ തോലാണോ അംല അതല്ലാത്തതാണോ, ഇത് അറക്കപ്പെട്ട ജീവിയുടെ തോലിൽ നിന്നുണ്ടാക്കിയതാണോ, അതല്ല പിന്നെ അറക്കാത്ത നിലക്കുള്ള ഒരു ജീവിയുടെ തോലാണ്, എന്നിട്ട് അത് ഊറക്കിട്ടതാണ്, അതല്ല ഊറക്കിടാത്തതാണ്. ഈ വക കാര്യങ്ങളൊന്നും റസൂലുള്ളാഹിക്ക് അതിനെ സംബന്ധിച്ച് അറിയൂലായിരുന്നു. അറിയില്ല എന്ന് പറഞ്ഞാൽ അസ്ല് താഹിറാണ് എന്നുള്ള നിലക്ക് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാതെ റസൂലുള്ളാഹ് അത് ഉപയോഗിച്ചിരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാധ്യം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഈ പറഞ്ഞത്. റസൂലുള്ളാഹ് അതിനെ സംബന്ധിച്ച് ഈ ഹുഫൻ്റെ നിർമ്മിതി അറക്കപ്പെട്ട ജീവിയുടെ തോലിൽ നിന്നാണോ അതല്ല ഊറക്കിട്ടതാണോ അങ്ങനെയൊന്നും ചോദിക്കാതെ ധരിച്ചു എന്നർത്ഥം. അസ്ല് ശുദ്ധിയുള്ളതാണല്ലോ ഇതൊക്കെ, ആ നിലക്ക്. ഖാല അബൂ ഈസ എന്നവർ പറയുന്നു, തുർമിദി പറയുന്നു, അബൂ ഇസ്ഹാഖ് ഹാദാ ഹുവ അബൂ ഇസ്ഹാഖ് ഷൈബാനിയാണ്. ഇവിടെ പറഞ്ഞ അബൂ ഇസ്ഹാഖ് എന്നുള്ളത് അബൂ ഇസ്ഹാഖ് ഷൈബാനിയാണ്. വസ്മുഹു സുലൈമാൻ, അദ്ദേഹത്തിന്റെ പേര് സുലൈമാൻ എന്നാണ്. അടുത്ത ഹദീസ് ഹദ്ദസന ഖുതൈബത്തു ഖാല ഹദ്ദസന ജഅഫർ ബിൻ സുലൈമാൻ അൽ-ളുബഇ അൻ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വഅൻഹും അന്നഹു ഖാല മാ ശബഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഖുബ്സിൻ ഖത്തു വലാ ലഹമിൻ. അള്ളാഹിൻ്റെ റസൂല് വയറ് നിറച്ചിട്ടില്ല പത്തിരിയാൽ തീരെ തന്നെ, വലാ ലഹമിൻ മാംസത്തിനാലും റസൂലുള്ള വയറ് നിറച്ചിട്ടില്ല. ഇല്ലാ അലാ ലഫഫിൻ, റസൂലുള്ള ഈ ലഫഫ് എന്ന് പറഞ്ഞാൽ ഖാല മാലിക്കുൻ, മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, സഅൽതു റജുലൻ മിൻ അഹ്ലിൽ ബാദിയത്തി, ഈ നാടോടി അറബികളിൽപ്പെട്ട ബദവികളിൽപ്പെട്ട ഒരു മനുഷ്യനോട് ഞാൻ ചോദിച്ചു, മൽ ലഫഫു, എന്താണ് ലഫഫ് എന്ന് പറഞ്ഞാൽ. ഖാല, അദ്ദേഹം പറഞ്ഞു, യതനാവല മഅൻ നാസി, ജനങ്ങളോട് കൂടെ ഭക്ഷിക്കുക എന്നാണ്. അതാണ് ലഫഫിൻ്റെ അർത്ഥം. നാടോടികൾക്കാണ് കൂടുതൽ ഈ ഇത്തരം ഭാഷകളെ സംബന്ധിച്ച് അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അരികിൽ വരുന്ന അതിഥികളുണ്ട്. ആ അതിഥികളോട് കൂടെ ഇരിക്കുന്ന സമയത്ത് ഭക്ഷിക്കാൻ ഇരിക്കുമ്പോൾ അതിഥികളെ ഭക്ഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി റസൂലുള്ളയും ഭക്ഷിക്കും. അങ്ങനെ യാദൃശ്ചികമായി വയറ് നിറഞ്ഞെങ്കിലല്ലാതെ റസൂലുള്ള ഒരിക്കലും ഇറച്ചിയും പത്തിരിയും കൊണ്ട് വയറ് നിറച്ചിട്ടില്ല എന്നാണ്. ബാബു മാ ജാഅ ഫീ നഅലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചെരുപ്പിൽ വന്ന ഹദീസുകളെ ബയാൻ ചെയ്യുന്ന ബാബ്. നഅല് എന്ന് പറഞ്ഞാൽ കുല്ലുമാ വുഖിയത്ത് ബിഹിൽ ഖദമു അനിൽ അർദി, ചെരുപ്പടിക്കാലിനെ ഭൂമിയെ തൊട്ട് കാക്കപ്പെടുന്ന ഏതൊന്നും, ഇതിനാണ് നഅല് എന്ന് പറയുക. ഫലാ യസ്മലുൽ ഖുഫ ഉർഫൻ, അതുകൊണ്ട് തന്നെ ഉർഫിൽ ഖുഫ എന്ന് പറയുന്നതിനെ നഅല് ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഖുഫ സംബന്ധമായിട്ട് ഒരു ബാബിനെ തന്നെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പോൾ മശാ ഹാഫിയൻ, കാലിൽ ചെരുപ്പ് ധരിക്കാതെ നടക്കാറുണ്ട്. ലാസിയമായിൽ ഇബാദാത്തി തവാളുഅൻ, പ്രത്യേകിച്ച് ഇബാദത്തുകളിലേക്ക് പോകുമ്പോൾ താഴ്മയുടെ ഭാഗമായി. തലബൻ ലി മസീദിൽ അജ്രി, വർദ്ധിച്ച പ്രതിഫലത്തെ തേടിക്കൊണ്ടും കാലിൽ ചെരുപ്പ് ധരിക്കാതെ പോകാറുണ്ട്.
വഖദ് കാനത്ത് നഅലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖ്സറത്തൻ മുഅഖബത്തൻ മുൽസനത്തൻ. റസൂലുള്ളാഹിന്റെ ചെരുപ്പിൻ്റെ രീതി അത് മുഖ്സറത്തും മുഅഖബത്തും മുൽസനത്തുമായിരുന്നു എന്നാണ്. മുഖ്സറത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് ഭാഗം മുറിക്കപ്പെട്ട ചെരുപ്പ്. നടുഭാഗത്ത് അല്പം ഒരു മുൻഭാഗത്തേക്കാണെയും പിൻഭാഗത്തേക്കാണെയും അല്പം ഒരു ഇടുക്കത്തരം വരും. കാരണം മനുഷ്യൻ്റെ ചെരുപ്പടിക്കാലിൻ്റെ രൂപം ആ രൂപത്തിലാണ് വരിക. അതിനനുസരിച്ച് കാല് നേരെ നിൽക്കാൻ വേണ്ടി. അതാണ് അല്ലത്തി നഅലുല്ലത്തി ഖുത്തിഅ ഖിസ്റാഹ ഐ ജാനിബാഹ. അതിൻ്റെ രണ്ട് ഭാഗം മുറിക്കപ്പെട്ട ചെരുപ്പ്. മുഅഖബത്ത് എന്ന് പറഞ്ഞാൽ ഹിജല്ലത്തി ലഹ അഖബുൻ എന്ന് പറഞ്ഞാൽ ഐ സൈറുൻ. ആ ചെരുപ്പിനിക്ക് സൈറും മിൻ ജിൽദിൻ ഫി മുഅഖദിൻ നഅലി. ചെരുപ്പിൻ്റെ പിൻഭാഗത്തിൽ തോലിനാലുള്ള ഒരു വാറുണ്ടാവും. അതിന് യുംസക്കു ബിഹി അഖിബുൽ ഖദമി. അതുകൊണ്ട് ചെരുപ്പടിക്കാരിൻ്റെ മടമ്പിനെ പിടിക്കപ്പെടും. അപ്പോൾ ഈ മടമ്പുമ്മ കെട്ടണ ഒരു വള്ളിച്ചെരുപ്പ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അതാണ് മുഅഖബത്ത്. ഈ വിധത്തിലുമാണ് റസൂലുള്ളാഹിന്റെ ചെരുപ്പ്. അതുപോലെ തന്നെ മുൽസനത്താണെന്ന് പറഞ്ഞാൽ ഹിയല്ലത്തി ഫി മുഖദ്ദമിഹ തൂലുൻ. റസൂലുള്ളാഹിന്റെ ആ ചെരുപ്പിൻ്റെ മുൻഭാഗത്ത് അല്പം നീളം. ഹലാ ഹൈഅത്തിൽ ലിസാനി, ഒരു നാവിൻ്റെ രൂപത്തിൽ. അത് ലിമാ തഖദ്ദമ അന്ന സബ്ബാബത്ത റിജ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാനത്ത് അത്വല അസാബിഇഹി. കാലുമുള്ള വിരലുകളിൽ ഏറ്റവും നീളമുള്ളത് റസൂലുള്ളാഹിന്റെ കാലിലെ ചൂണ്ടാൻ വിരലാണ്. അങ്ങനെ വരുമ്പോൾ ഫകാന ഫി മുഖദ്ദമിൻ നഅലി ബഅദു തൂലിൻ യുനാസിബു തൂല തിൽക്കൽ അസാബിഇ. ഈ വിരലുകളുടെ നീളത്തിനോട് യോജിക്കും വിധം ചെരുപ്പിൻ്റെ മുൻഭാഗത്തൊരല്പം നീളം കൊടുക്കും. വാറിട്ട് വിരലിങ്ങനെ കയറി നിൽക്കുമ്പോൾ പുറത്തേക്ക് വരാതിരിക്കാൻ അല്പം തള്ളിയിട്ടേക്കാരം മുൻഭാഗം. അതൊരു നാവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ വരും. അപ്പം ഈ വിധത്തിലാണ് റസൂലുള്ളാഹിന്റെ ചെരുപ്പുണ്ടായിരുന്നത്. 76 നമ്പർ. حدثنا أبو قريب محمد بن العلاء قال حدثنا وكيع عن سفيان عن خالد الحذاء عن عبد الله بن الحارث عن ابن عباس رضي الله عنهما وعنهم قال كان للنعل رسول الله صلى الله عليه وسلم. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹിന്റെ ചെരുപ്പിന് രണ്ട് വാറ് ഉണ്ടായിരുന്നു. എന്നാൽ മസ്നിയുൻ ശിറാക്കുഹുമ, അതിൻ്റെ ഷിറാക്കും രണ്ടെണ്ണമാക്കപ്പെട്ടതാണ്. ഷിറാക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അഷിറാക്കു അഹദു സുയൂരിൻ നഅലില്ലത്തി തകൂനു അലാ വജ്ഹിഹ. റസൂലുള്ളാഹിന്റെ ചെരുപ്പിൻ്റെ രീതിയാണ് പറഞ്ഞത്. ചെരുപ്പിൻ്റെ പുറംഭാഗത്തുള്ള എന്ന് പറഞ്ഞാൽ പിൻഭാഗത്തുള്ള വാറുകളിൽ ഒന്നിന് പറയുന്ന പേരാണ് ഷിറാക്ക്. അപ്പോൾ പിന്നെ വഖാലൽ ജസിരിയു, ഇമാം ജസിരി പറഞ്ഞത് കാന ലിന്നഅലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈറാനി. റസൂലുള്ളാഹിന്റെ ചെരുപ്പിനിക്ക് രണ്ട് വാറ്. നേരത്തെ പറഞ്ഞതുപോലെ യളഉ അഹദഹുമ, ആ രണ്ട് വാറിൽ നിന്ന് ഒന്നിനെ വെക്കും ബൈന ഇബ്ഹാമി റിജ്ലിഹി വല്ലത്തി തലിഹ, കാലിൻ്റെ തള്ളവിരലിൻ്റെയും തൊട്ടടുത്ത വിരലിൻ്റെയും ഇടയിലാണ് ഒരു വാറ് വെക്കുക. വയളഉൽ ആഖറ, മറ്റേ വിരലിനെ വെക്കുക ബൈനൽ ഉസ്ത വല്ലത്തി തലിഹ, നടുവിരലിൻ്റെയും അതിൻ്റെ തൊട്ടടുത്തുള്ള ആ വിരലിൻ്റെയും ഇടയിൽ. ഇത് മുൻഭാഗത്തുള്ള രണ്ട് വാറിൻ്റെ രീതി. എന്നിട്ട് മജ്മഉ സൈറൈനി,
ഈ രണ്ട് വാറും ഒരുമിച്ച് കൂടുന്നത് ഇലസൈറൈനില്ലതി അലാ വജിഹി ഖദമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ ചെരുപ്പടിക്കാലിൻ്റെ പുറംഭാഗത്തിൻ്റെ മേലുള്ള ആ വാറിൻ്റെ മേലാണ് ഇത് ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ ഈ രണ്ട് വാറ് പോയിട്ട് പിൻഭാഗത്തേക്കുള്ള ആ രണ്ട് വാറുമായിട്ട് യോജിച്ച് വരിക ചെയ്യുക. വഹുവ ഷിറാക്കു, ഇതിനാണ് ഷിറാക്ക്. ഈ പിൻഭാഗത്തുള്ള ആ വാറിനാണ് ഷിറാക്കു നഅല് എന്ന് പറയാം. അപ്പം ചെരുപ്പടിക്കാലിനോട് ചേർന്ന മടമ്പിനോട് ചേർന്നിട്ടുള്ള ആ വള്ളിച്ചെരുപ്പ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ കെട്ടുന്ന ഭാഗത്തിനുള്ള ആ വള്ളിക്ക്, ആ വാറിനാണ് എന്തു പറയുന്നത്? ഷിറാക്ക് എന്ന് പറയുന്നത്. മിർക്കാത്ത് അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഖിബാലാകുമ്പോൾ നേരെ മുൻഭാഗത്തുള്ളത് വാറാണ്, ഷിറാക്കാകുമ്പോൾ പിൻഭാഗത്തുള്ള വാറുമാണ്. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹിൻ്റെ ചെരുപ്പിൻ്റെ രീതി. അപ്പം അതാണ് മസിനിയുൻ ഷിറാക്കുഹുമ എന്നോ മുസന്നൻ ഷിറാക്കുഹുമ എന്നൊക്കെ വായിക്കാം അവിടെ. ഏതായാലും ഈ രണ്ട് ഖിബാലിൻ്റെയും രണ്ട് ഷിറാക്ക്, അതിൻ്റെ രണ്ടിൻ്റെയും ഷിറാക്ക് രണ്ടെണ്ണമാണ്. ഇത് രണ്ടും പോയി ബന്ധിക്കുന്ന, അത് രണ്ട് വള്ളിയോടാണ് ബന്ധിക്കുന്നത് എന്നർത്ഥം. രണ്ട് വള്ളി ഇങ്ങനെ രണ്ട് പുറത്തു കൂടി ചുറ്റി വരികയാണ്. ഈ ബാബിലെ ഒന്നാമത്തെ ഹദീസ് 75 നമ്പർ ഹദീസാണ്. ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാർ ഖാല ഹദ്ദസന അബൂ ദാവൂദ് തയാലസിയു ഖാല ഹദ്ദസന ഹമ്മാമുൻ അൻ ഖത്താദത ഖാല, ഖത്താദത്ത് എന്നവർ പറയാണ്, ഖുൽതുലി അനസ് ബിൻ മാലിക്കിൻ റളിയല്ലാഹു അൻഹു, അവരോട് ഞാൻ ചോദിച്ചു, കൈഫ കാന നഅലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ചെരുപ്പ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അലാ അയ്യി കൈഫിയത്തിൻ വഹൈഅത്തിൻ, അതിൻ്റെ ഏത് രൂപത്തിലായിരുന്നു. അപ്പോൾ വഹൈഅത്തുഹു ഹൽ കാന ലഹു ഖിബാലാനി ഔ ഖിബാലും വാഹിദുൻ, ആ ചെരുപ്പിൻ്റെ രൂപം അതിന് രണ്ട് വാറുണ്ടോ ഒറ്റവാറായിരുന്നോ? ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഹുമ, ആ രണ്ട് ചെരുപ്പിനൊക്കെയുണ്ട്, ഖിബാലാനി, രണ്ട് വാറുണ്ട്. അതിൽ കുല്ലിം മിൻഹ ഖിബാലാനി, ഓരോ ചെരുപ്പിനും രണ്ട് വാറ്. ഖിബാല് എന്നുള്ളതിൻ്റെ തസ്നിയാണ് ഖിബാലാനി, ഖാഫിന് കസ്റ് കൊണ്ട്. സിമാമും ബൈനൽ ഇസ്ബഇൽ ഉസ്ത, നടു വിരലിൻ്റെയും വല്ലത്തി തലിഹ, അതിൻ്റെ തൊട്ടടുത്തുള്ളതിൻ്റെയും ഇടയിലുള്ള ഒരു കടിഞ്ഞ, ഒരു കയറ്, അതിന് ഷിസ് എന്നും പേര് പറയും, ഹിംല് എന്ന് പറഞ്ഞതുപോലെ. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലമ യളഉ അഹദൽ ഖിബാലൈനി, രണ്ട് വാറുണ്ടാകുമ്പോൾ ഒരു വാറിന് റസൂല വെച്ചിരുന്നു, ബൈനൽ ഇബ്ഹാമി വല്ലത്തി തലിഹ, തള്ളവിരലിൻ്റെയും തൊട്ടടുത്ത വിരലിൻ്റെയും ഇടയിൽ, വൽ ആഖറ, മറ്റേ വാറിന് റസൂല വെച്ചിരുന്നു, ബൈനൽ ഉസ്താ വല്ലത്തി തലിഹ, നടുവിരലിൻ്റെയും അതിൻ്റെ തൊട്ടടുത്തുള്ളതിൻ്റെയും ഇടയിൽ. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ ചെരുപ്പിന് രണ്ട് വാറുണ്ടായിരുന്നു മുൻഭാഗത്ത് എന്നാണ്. അതുപോലെ അടുത്ത ഹദീസ്, മഖ്സൂഫത്തൈനി എന്ന് പറഞ്ഞാൽ, മഖ്സൂഫത്ത് എന്ന് പറഞ്ഞാൽ അന്നഅലുൽ മുറക്കഅത്തു എന്നൊരർത്ഥമുണ്ട്, കഷ്ണം വക്കപ്പെട്ട ചെരുപ്പ്. അൽ മുത്തറഖത്തുല്ലത്തി യുത്തറഖു ബഅദുഹ അലാ ബഅദിൻ, അട്ടിയായി വെക്കപ്പെട്ടത്, ചിലതിൻ്റെ മേലെ അട്ടിയായി വെക്കപ്പെട്ടത്. പിന്നെ വേറൊരർത്ഥം മഖ്റൂസത്തൈനി ബിഹൈസു ളുമ്മ ഫീഹിമാ താഖുൻ ഇലാ താഖിൻ, ഒരു അടുക്കിനെ മറ്റടുക്ക് കൊള്ള കൂട്ടപ്പെടുന്ന അവസ്ഥയിൽ തുന്നി വെക്കപ്പെട്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പാളികളെ പരസ്പരം കൂട്ടി തുന്നി അടുക്കി വെച്ച് തുന്നുക, അല്ലെങ്കിൽ കഷ്ണം വെക്കുക, ഒട്ടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ആ രീതിയിലുള്ള ചെരുപ്പ്.
അപ്പം അല്പം കട്ടിയും ഉയരമൊക്കെ ഉണ്ടാവും ചെരുപ്പ്. അങ്ങനെയുള്ള 2 ചെരുപ്പിൽ റസൂൽ നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അടുത്ത ഹദീസ് 81. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال റസൂലുള്ള പറഞ്ഞു, ലാ യംശിയന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും നടക്കരുത്, ഫി നഅലിൻ വാഹിദ, ഒറ്റച്ചെരുപ്പിൽ, ലിയുൻഇൽഹുമാ ജമീഅൻ, ഒന്നുകിൽ 2 കാലിനെയും മുഴുവൻ 2 കാലും മുഴുവനും അവൻ ചെരുപ്പ് ധരിപ്പിക്കട്ടെ, ഔ യുഹ്ഫിഹിമാ ജമീഅ, അതിൽ 2 കാലും ചെരുപ്പ് ഇല്ലാതെ നടക്കട്ടെ. അപ്പോൾ ഒന്നുകിൽ അവൻ ചെയ്യേണ്ടത് 2 കാലും ചെരുപ്പ് ധരിച്ച് നടക്കുക, അല്ലെങ്കിൽ 2 കാലും ചെരുപ്പില്ലാതെ. ഒരു കാലിൽ ചെരുപ്പ് ധരിച്ച് മറ്റേ കാലിൽ ചെരുപ്പ് ധരിക്കാതെ നടക്കുന്ന രീതി പറ്റൂല, അത് നല്ലതല്ല. അടുത്ത ഹദീസ്, حدثنا أحمد بن منيع قال حدثنا أبو أحمد الزبيري قال حدثنا عيسى بن طهمان قال أخرج إلينا أنس بن مالك, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ ഞങ്ങളിലേക്ക് പുറപ്പെടുവിച്ചു, നഅലൈനി ജർദാവൈനി, 2 ചെരുപ്പ്. ജർദാവൈനി എന്ന് പറഞ്ഞാൽ ഐ ലാ ശഅറ അലൈഹിമ, ആ 2 ചെരുപ്പിൻ്റെ മേൽ രോമം ഇല്ല, രോമമില്ലാത്ത 2 ചെരുപ്പ്. ലഹുമാ ഖിബാലായിനി, അതിനക്ക് 2 ഖിബാലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ മുൻഭാഗത്ത് 2 വാറ്. ഖാല ഫഹദസനി സാബിത്തുൻ ബഅദു അൻ അനസ് അന്നഹുമാ കാനത്താ നഅലൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം സാബിത്ത് എന്നവർ അനസ് എന്നവരെ തൊട്ട് ഞങ്ങളോട് പറഞ്ഞു, അത് റസൂലുള്ളാഹിന്റെ 2 ചെരുപ്പായിരുന്നു എന്ന് പറഞ്ഞു. അടുത്ത ഹദീസ്, അൻ ഉബൈദ് ബിൻ ജുറൈജ് അന്നഹു ഖാല ലിബ്നി ഉമറ, അവർ ഇബ്നു ഉമർ എന്നവരോട് പറഞ്ഞു, റഅയ്തുക, നിങ്ങളെ ഞാൻ കാണുന്നു, തൽബസു നിആല സിബ്തിയത, സിബ്തിയത്തായ ചെരുപ്പിനെ ധരിക്കുന്നവരായിട്ട് കാണുന്നു. സിബ്തിയത്ത് എന്ന് പറഞ്ഞാൽ അത് സിബ്ത്തിലേക്ക് നിസ്ബയാണ്. സിബ്ത്ത് എന്ന് പറഞ്ഞാൽ വഹുവ ജുലൂദുൽ ബഖരിൽ മദ്ബൂഗത്തി, ഊറക്കിടപ്പെട്ടതായ തോല്, ബക്കറിൻ്റെ ഈ മൂരി മാടിൻ്റെ തോലാണ് ഊറക്കിട്ട. ലി അന്ന ഷഅറഹ സുബ്ബത്ത് വ സുഖിത അന്ന ബിദ്ദിബാഗ്, സുബിത്ത ലി അന്ന ഷഅറഹ സുബിത്ത വ സുഖിത അന്ന ബിദ്ദിബാഗ്, ഊറക്കിടൽ കൊണ്ട് ആ അതിൽ രോമങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ സിബ്തിയത്ത്, ഇങ്ങനെ രോമമില്ലാത്ത ഈ ചെരുപ്പിനെ തിരഞ്ഞെടുത്തതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് അറിയണം. അതാണ് ചോദ്യകർത്താവിൻ്റെ ഉദ്ദേശം. ഖാല, ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം അള്ളാഹിൻ്റെ റസൂലിനെ ഞാൻ കണ്ടിരിക്കുന്നു. അതായത് ഞാൻ ഇത് പ്രവർത്തിച്ചത് റസൂലുള്ളാഹിനോട് ഇഖ്തിദാ ചെയ്തുകൊണ്ടാണ്, പിന്തുടർന്നുകൊണ്ടാണ്. റസൂലുള്ളാഹിനെ ഞാൻ കണ്ടിരിക്കുന്നു, യൽബസു നിആല അല്ലത്തി ലൈസ ഫിഹാ ശഅറുൻ, മുടില്ലാത്ത ചെരുപ്പിനെ ധരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മാത്രമല്ല വയതവല്ലഉ ഫീഹ, റസൂലുള്ളാഹ് അതിൽ വെച്ചുകൊണ്ട്, അത് രോമങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ, അതുകൊണ്ട് റസൂലുള്ളാഹ് എന്ത് ചെയ്യും, കാല് അതിൽ വെച്ചുകൊണ്ട് വുളൂ ചെയ്യും. ഫഅന ഉഹിബ്ബു അൻ അൽബസഹ, അതുകൊണ്ട് ഞാനും അതിനെ ധരിക്കലിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അടുത്ത ഹദീസ് 79-ാമത്തെ ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല കാന ലിനഅലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബാലാൻ, അത് മേൽ പറഞ്ഞതുപോലെ. അടുത്തത് അനിസ് സുദ്ദി ഖാല ഹദ്ദസനി മൻ സമിഅ അംറ ബിൻ ഹുറൈസിൻ, അംർ ബിൻ ഹുറൈസിനെ കേട്ട ഒരാൾ എന്നോട് ഹദീസ് പറഞ്ഞു. യഖൂൽ, അവർ പറഞ്ഞത്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ഫി നഅലൈനി മഖ്സൂഫത്തൈനി എന്നാണ്.
حدثنا قتيبة عن مالك بن أنس عن أبي الزناد നഹവഹു എന്ന് പറഞ്ഞാൽ മാനയിൽ ഇതുപോലെ ഉള്ള ഹദീസിനെ റിവായത്ത് ചെയ്തു. ലഫ്ള് അങ്ങനെയല്ല എന്നർത്ഥം. അടുത്ത ഹദീസ് 83. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യഅകുല ബിശിമാലി യഅനി അർറജുല. റസൂലുള്ളാഹി നിരോധിച്ചു അവൻ ഭക്ഷിക്കലിനെ. അവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് റജുലിനെയാണ്. ഇത് ഈ യഅനി എന്നുള്ളത് റസൂലുള്ളാഹി പറഞ്ഞതല്ല, റാവികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞതാണ്. തൻ്റെ ഇടം കൈ കൊണ്ട് ഭക്ഷിക്കലിനെ റസൂലുള്ളാഹി വിരോധിച്ചു. ഔ യംശിയ ഫീ നാരിൻ വാഹിദത്തിൻ, അതുപോലെ ഒറ്റച്ചെരിപ്പിൽ നടക്കലിനെയും റസൂലുള്ളാഹി വിരോധിച്ചു. അപ്പം ഈ ഒറ്റച്ചെരിപ്പിൽ നടക്കുക, കാരണമൊന്നും കൂടാതെ അങ്ങനെ നടക്കൽ, അത് ഫയുക്റഹു ദാലിക മിൻ ഗൈരി ഉദ്രിൻ, കാരണമൊന്നുമില്ലാതെ ആ നടത്തം കറാഹത്താണെന്ന് പറയുന്നുണ്ട്. കാരണം ഇതൊരു ആദരവിന് എതിരാണ്. മാത്രമല്ല, രണ്ട് അവയവത്തിൽ നിന്ന് ഒന്നിനെ മറ്റതിനെ തൊട്ട് വേർതിരിക്കൽ വരുന്നുണ്ട്. മാത്രമല്ല, ഇവൻ ഇങ്ങനെ നടക്കുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം അവരെ ഒരു കുറ്റത്തിൽ, ഇവനെ പരിഹസിക്കുന്നതിൻ്റെ പേരിൽ കുറ്റത്തിൽ വീഴ്ത്തുക. വഈഖാഇ ഗൈരിഹി ഫിൽ ഇസ്മി ലിസ്തിഹ്സാഇഹി ബിഹി, ഇത് കാണുമ്പോൾ, ഒരു ചെരുപ്പിൽ നടക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ ഇവനെ പരിഹസിക്കും ചിലപ്പോൾ. അപ്പോൾ അവരെ ഒരു കുറ്റത്തിൽ സംഭവിപ്പിക്കുക എന്നുള്ളൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. വലിയന്നഹു മഷിയത്തു ഷൈത്താൻ, മാത്രമല്ല അത് ഷൈത്താൻ്റെ നടത്താണ് എന്നും ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ നടത്തം ഉദറൊന്നും കൂടാതെ ആവുമ്പോൾ അത് ശരിയല്ല. നഅല് എന്ന് മാത്രമല്ല, ഈ മെതിയടി പോലെയുള്ള ഹുഫ പോലെയുള്ള സംഗതികളൊക്കെ ഇങ്ങനെ ഒന്ന് മാത്രം ധരിച്ച് നടക്കലിൻ്റെ വിധി ഇത് തന്നെയാണ്. അത് പാടില്ല. അടുത്ത 84-ാമത്തെ ഹദീസ്. ഹദ്ദസന ഖുതൈബത്തു അൻ മാലിക്കിൻ. ഹ എന്ന് പറഞ്ഞാൽ നതഹവ്വലു എന്നർത്ഥം. ഇതിൽ നിന്ന് നമ്മൾ തെറ്റി വേറൊരു ഇസ്നാദിലേക്ക് തെറ്റുന്നു. വഹദ്ദസന ഇസ്ഹാഖ് ഇബ്നു മൂസ, അങ്ങനെ പറഞ്ഞു പോയിട്ട് അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇദന്തഅല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ ഫൽയബ്ദ ബിൽ യമീനി, അവൻ വലത് കൊണ്ട് ആരംഭിക്കട്ടെ. വലത് കാലുകൊണ്ട് ആരംഭിക്കുക ചെരുപ്പ് ധരിക്കുമ്പോൾ. വൈദാ നസഅ, അവൻ ചെരുപ്പ് ഊരുകയാണെങ്കിൽ ഫൽയബ്ദ ബിശ്ശിമാലി, അവൻ ഇടത് കാലുകൊണ്ട് തുടങ്ങട്ടെ. ഫൽ തക്കുനിൽ യമീനു അവ്വലഹുമാ, അപ്പോൾ വലത്തേത് ഈ രണ്ടിൽ നിന്ന് ആദ്യത്തേതാവണം. തുൻഅലു, അതിനെ ചെരുപ്പ് ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ. വ ആഖിറഹുമാ തുൻസഉ, ആ രണ്ട് കാലിൽ നിന്ന് മറ്റേ കാലാകണം. തുൻസഉ, അതിനെ ഊരപ്പെടുമ്പോൾ. അപ്പോൾ വലത്തേത് ധരിക്കപ്പെടുമ്പോഴും ഇടത്തേത് ഊരപ്പെടുമ്പോഴും ആവണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് ഒരു തക്രീമിൻ്റെ, ആദരവിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ തക്രീമിൻ്റെ ഇനത്തിൽപ്പെട്ട എല്ലാ സംഗതികളും വലത് കൊണ്ട് ആരംഭിക്കണം എന്നാണ് ഉള്ളത്. ചെരുപ്പ് ഊരാണെങ്കിലും വസ്ത്ര ഊരാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഹദ്ദസന, അടുത്ത 85-ാമത്തെ ഹദീസ്. അബൂ മൂസ മുഹമ്മദ് ബിൻ മുസന്ന എന്നാണ് പറഞ്ഞു പോയിട്ട് ആയിഷത്ത റളിയല്ലാഹു അൻഹാ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹിബ്ബു തയമ്മുന മസ്തതഅ, റസൂലുള്ളാഹി വലത്തേതിനെ മുന്തിക്കലിനെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു കഴിവിൻ്റെ പരമാവധി. റസൂലുള്ളാഹി കഴിയുന്ന കാലത്തോളം. ചില ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ ഇടത്തേതിനെ മുന്തിക്കൽ വരും. അത് ഇവിടെ കറാഹത്തായിട്ട് വരില്ല.
ഫീ തറജുലിഹി റസൂലുള്ള തല വാരുന്നതിലും, തൻ്റെ മുടി വാരുക, തനഉലിഹി തൻ്റെ ചെരുപ്പ് ധരിക്കൽ, തുഹൂരിഹി തൻ്റെ ശുദ്ധീകരണത്തിൽ, അവിടൊക്കെ വലത്തേതിനെ മുന്തിച്ചിരുന്നു. അടുത്ത ഹദീസ് അൻ മുഹമ്മദിൻ അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ കാന ലിന്നഅലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബാലാനി. റസൂലുള്ളാഹിന്റെ ചെരുപ്പിനിക്ക് ഓരോന്നിനും 2 ഖിബാൽ, നേരത്തെ പറഞ്ഞതല്ലേ. അതുപോലെ അബീബക്കറിൻ ഉമർ, അബൂബക്കർ തങ്ങളുടെയും ഉമർ തങ്ങളുടെയും റളിയല്ലാഹു അൻഹുമ ചെരുപ്പുകൾക്കും ഇങ്ങനെ ഓരോ ചെരുപ്പിനും 2 വാറുണ്ടായിരുന്നു, മുൻഭാഗത്തുള്ള വാറ്. വവ്വലുമൻ അഖദ അഖ്ദൻ വാഹിദൻ, ഒറ്റ വാറ് കെട്ടിയവരിൽ ആദ്യത്തെ പേര് ഉസ്മാൻ തങ്ങളാണ് എന്നാണ്. ഒറ്റ ഖിബാല് വെച്ച് ചെരുപ്പിൽ ഉപയോഗിച്ച ആള് ഉസ്മാൻ തങ്ങളാണ്. അങ്ങനെ മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ ഒറ്റ ചെരുപ്പ് വാറ് ആവുക എന്നുള്ളത് കറാഹത്തല്ല, ഖിലാഫുൽ ഔല അല്ല, ഒന്നുമല്ല. അതൊക്കെ അങ്ങനെ ഒരു ആദത്ത് അങ്ങനെ ശീലിച്ചു പോന്നു. റസൂലുള്ള തങ്ങളുടെ കാലം മുതൽക്ക് അങ്ങനെ നടന്നു വന്നിരുന്നു എന്നുള്ള നിലക്കാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ 2 വാറ് വേണമെന്നൊന്നുമില്ല, ഒറ്റ വാറായാലും കുഴപ്പമില്ല എന്നാണ് ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വബിദാലിക യുഅലമു അന്ന തർക്കൻ നഅലൈനി വലുബ്സ ഗൈരിഹിമ, 2 ചെരുപ്പ് ധരിക്കുക, ചെരുപ്പല്ലാത്തതിനെ ധരിക്കലിനെ ഒഴിവാക്കുക, ചെരുപ്പ് ധരിക്കലിനെ ഒഴിവാക്കുക, അതൊന്നും ലൈസ മക്രൂഹൻ, അത് കറാഹത്തല്ല, വലാ ഖിലാഫുൽ ഔല, അതും ഖിലാഫുൽ ഔലിയും അല്ല. ചെരുപ്പ് ധരിക്കാതെ നടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നിരുന്നു, അതിന് ഒഴിവാക്കി വെച്ചിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ബാജൂരി. അതായത് അൽ മവാഹിബ് ലദുന്നിയ, അതുപോലെ ജംഉൽ വസാഇൽ, മുനാവി, ഇവയിലൊക്കെ വിശദീകരിച്ച പ്രകാരമുള്ള വിശദീകരണമാണ് ഈ പറഞ്ഞിട്ടുള്ളത്.